ഒരു നിമിഷം നിർത്തി ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് ചിലർ എത്ര ശ്രമിച്ചാലും പണം കൈവരിക്കാറില്ല. പക്ഷേ ചിലർക്ക് പണം അവരെ തന്നെ തേടി വരുന്ന പോലെ തോന്നും. എന്തുകൊണ്ടാണങ്ങനെ? അത് ഭാഗ്യമോ, അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യേക രഹസ്യമോ? 2400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മഹാനായ തന്ത്രജ്ഞൻ ചാണക്യൻ ഈ ചോദ്യംക്ക് വളരെ ശക്തമായൊരു മറുപടി തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായൊരു വാക്കാണ്: പണം സമ്പാദിക്കുന്നത് കഷ്ടമല്ല, പക്ഷേ സമ്പന്നനായ വ്യക്തിയായി മാറുക, അതാണ് യഥാർത്ഥ കല. ഇന്നത്തെ ഈ വീഡിയോയിൽ ചാണക്യൻ പറഞ്ഞ സമ്പന്നനാകാനുള്ള 7 രഹസ്യങ്ങൾ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നു. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ പണം കാണുന്ന ദൃഷ്ടികോൺ തന്നെ മാറും. സമ്പന്നതയുടെ ആദ്യ നിയമം: മനസ്സിന്റെ നിയന്ത്രണം. ഒരു മനുഷ്യൻ ആദ്യം ജയിക്കേണ്ടത് ലോകത്തെയല്ല, തന്റെ മനസ്സിനെ തന്നെയാണ്. പല ആളുകളും പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ തെറ്റു ചെയ്യുന്നു. അവരാദ്യം തന്നെ വലിയ വിജയത്തെ ലക്ഷ്യമാക്കുന്നു. പക്ഷേ ചാണക്യൻ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ചെറിയ ശീലങ്ങൾ വലിയ സമ്പന്നതയിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ദിവസവും 1 മണിക്കൂർ പഠനത്തിന് ചെലവിടുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ 365 മണിക്കൂർ അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അറിവാണ് പണം സൃഷ്ടിക്കുന്ന യഥാർത്ഥ യന്ത്രം. സമ്പന്നരായ ആളുകൾക്ക് ഒരു രഹസ്യശീലമുണ്ട്. അച്ചടക്കമുള്ള ജീവിതം നയിക്കുന്നവരുടെ പക്കലാണ് സമ്പത്തെത്തുന്നത്. പല ദരിദ്രരുടെയും പ്രശ്നം അവർക്ക് കഴിവില്ല എന്നല്ല, അവർക്ക് അച്ചടക്കമില്ല എന്നതാണ്. രാവിലെ വൈകി എഴുന്നേൽക്കുക, സമയം പാഴാക്കുക, ലക്ഷ്യമില്ലാതെ ജീവിക്കുക, ഇവയൊക്കെ സമ്പന്നതയുടെ ശത്രുക്കളാണ്. പണത്തിന്റെ യഥാർത്ഥ നിയമം ഇതാണ്: പണം നേരിട്ട് പിന്തുടരരുത്, പകരം മൂല്യം സൃഷ്ടിക്കുക. ഒരു വ്യക്തി ലോകത്തിന് കൂടുതൽ മൂല്യം നൽകുമ്പോൾ പണം സ്വാഭാവികമായി അവനെ തേടിവരും. ഒരു മികച്ച ഡോക്ടർ, ഒരു മികച്ച അധ്യാപകൻ, ഒരു മികച്ച ബിസിനസ്സുകാരൻ, ഇവരുടെ ലക്ഷ്യം ആദ്യം സേവനമാണ്, പണം പിന്നീട് വരും. മൗനം ഒരു ശക്തമായ ആയുധമാണ്. നിന്റെ പദ്ധതികൾ നിന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. ഒരു സ്വപ്നം വളരുന്നതിന് മുമ്പ് ലോകം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങളൊരു വലിയ ലക്ഷ്യം പറഞ്ഞാൽ ചിലർ നിങ്ങളെ പരിഹസിക്കും, ചിലർ നിങ്ങളെ സംശയിക്കും. പക്ഷേ മൗനമായി പ്രവർത്തിക്കുന്നവർ ഒരു ദിവസം ലോകത്തെ അമ്പരപ്പിക്കും. സമയം സമ്പന്നതയുടെ പ്രധാന തൂണാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നു. പക്ഷെ ചിലർ അത് ജീവിതം മാറ്റാൻ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർ അത് പാഴാക്കുന്നു. ഇന്ന് നിങ്ങൾ ചെലവഴിച്ച സമയം നിങ്ങളുടെ ഭാവിയെ ശക്തമാക്കുന്നുണ്ടോ? ഭയം സമ്പന്നതയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. പല ആളുകളും പണം സമ്പാദിക്കാത്തതിന്റെ കാരണം അവർക്കുള്ള ഭയമാണ്. വ്യവസായം തുടങ്ങാൻ ഭയം, നഷ്ടപ്പെടാൻ ഭയം, മറ്റുള്ളവർ എന്തു പറയുമെന്ന ഭയം. ഭയം മനുഷ്യനെ അടിമയാക്കുന്നു. ഒരു വ്യക്തി ഭയത്തെ ജയിച്ചാൽ അവൻ ലോകത്തെയും ജയിക്കും. സമ്പന്നത ആദ്യം മനസ്സിൽ ജനിക്കുന്നു. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നില്ലെങ്കിൽ ലോകവും നിങ്ങളെ വിശ്വസിക്കില്ല. ഞാൻ പഠിക്കും, ഞാൻ വളരും, ഞാൻ മൂല്യം സൃഷ്ടിക്കും. ഈ 3 ചിന്തകൾ നിങ്ങളുടെ ജീവിതം മാറ്റും. ഇപ്പോൾ ഒരു ചോദ്യം: ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ 3 കാര്യങ്ങൾ ചെയ്യൂ. ഓരോ ദിവസവും പഠിക്കുക, നിങ്ങളുടെ സമയം സംരക്ഷിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വാസം വയ്ക്കുക. ഓർക്കുക, സമ്പന്നരാകുന്നത് ഭാഗ്യം കൊണ്ടല്ല, തന്ത്രം കൊണ്ടാണ്. അതുതന്നെയാണ് ചാണക്യൻ നമുക്ക് പഠിപ്പിച്ചത്.